നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കടന്നു വരുന്നതെന്നും നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ലൈഫിൽ കറൻറ്റ് സമയം, ഇന്നത്തെ നിങ്ങളുടെ സമയം നല്ലതാണോ ചീത്തയാണോ, എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ടൈം എനർജി എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ റീഡിങ്സിൽ നോക്കുന്നത്. തീർച്ചയായിട്ടും റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കമൻറ്റിൽ തീർച്ചയായിട്ടും മുടങ്ങാതെ അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നം എന്താണ്, അവിടെ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. എൻ്റെ ലൈഫിൽ ഇത്ര ലക്ഷം രൂപ ഞാൻ ഒരു മാസം ഏൺ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ എന്നിലേക്ക് വന്ന് ചേരുന്നതിന്, അത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അന്നന്ന് എഴുതണം കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു എന്നൊക്കെ പറഞ്ഞ്, അത് എത്ര ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഡിവൈൻ കൗണ്ട് നൗ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയർ പാതയിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിലനിൽപ്പിനാവശ്യം, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ ജീവിതം മാറും എന്ന് ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. പക്ഷേ ഇത് എഴുതാതെ നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ എഴുതിയിട്ട് ജീവിതം മാറണം എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യമായ കാര്യമാണ്. കാരണം നമ്മളിൽ ഹീലിംഗ് നടക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറേ ട്രോമകളുണ്ട്, നമ്മുടെ കുറേ നെഗറ്റീവാകുന്ന ആറ്റിറ്റ്യൂഡുകളുണ്ട്, നമ്മുടെ നെഗറ്റീവ് ആവുന്ന കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പറിച്ചെടുത്ത് പുറത്ത് കളയുന്നതാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതും പറ്റുമ്പോഴേ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ അഫർമേഷൻസ് എഴുതുക. നമുക്കുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത് അതൊരു 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എനിക്ക് ഇന്ന് നിലനിൽക്കാൻ പറ്റുന്നതിന്, ഇന്നത്തെ ദിവസം എനിക്ക് ലഭിച്ച ഓരോ സന്തോഷങ്ങൾക്കും ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല നല്ല ബന്ധങ്ങൾ വന്നതിന്, നിങ്ങളെ ആരെങ്കിലും ചെറിയ രീതിയിൽ സഹായിച്ചാലും ആ വ്യക്തിയുടെ ഒരു സഹായ ഹസ്തം എന്നിലേക്ക് വന്ന് ചേർന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നതിൽ, സംസാരിക്കാൻ സാധിക്കുന്നതിൽ, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ ചിന്തിക്കാൻ പറ്റുന്നതിന്, എനിക്കെല്ലാ തിരിച്ചറിവുകളും നൽകിയതിന്, എനിക്ക് മാതാപിതാക്കൾ, അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രൂപത്തിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആ ഒരു കാര്യം വേഡ്സുകൾ നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും കേട്ടോ. നമ്മൾ മറ്റും ചുറ്റുമുള്ള ആരെയുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മളെയും നമ്മളുടെ പ്രപഞ്ചശക്തിനെയുമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം മാറി മറിയണമെങ്കിൽ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആവണമെന്നും കുറച്ച് കണ്ണിങ് ആയിട്ടൊക്കെ നിലനിൽക്കണമെന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെയൊക്കെ ഇന്ന് നിങ്ങളൊന്ന് മാറ്റി നിർത്തണം കേട്ടോ. ചിലപ്പോൾ ചില ബന്ധങ്ങളാവാം, ചില സാഹചര്യങ്ങളാവാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് പെയിൻ എനർജി, അല്ലെങ്കിൽ നിങ്ങളെ കുത്തി നോവിക്കുന്ന, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു മനസ്സമാധാനമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് പാസ്റ്റിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാതെ എന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിലനിർത്താൻ പറ്റാത്ത ചില ഭാരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റിവിറ്റി മാത്രമാണ് ലഭിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് മാറി നിൽക്കുക, ഒന്ന് പ്രൊട്ടക്റ്റഡ് ആകുക, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റിലുള്ള ചില ബന്ധങ്ങളെ ബേസ് ചെയ്തുള്ള നിങ്ങളുടെ ഓർമ്മകളാവാം,
നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചെന്ന് പെട്ടുപോയ ചില റിലേഷൻഷിപ്പുകളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനും നെഗറ്റിവിറ്റിയും വളരെയധികം സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെല്ലാം ഒന്ന് മാറ്റി നിർത്തുക, അതെല്ലാം ഒന്ന് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾ വെറുതെ ഒരു ഒരു വിഴുപ്പ് പാണ്ഡം ചുമക്കുന്നത് പോലെ നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്കതൊരു മധുരകരമായ സിറ്റുവേഷൻസ് ആയിരുന്നു കാണും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു കയ്പേറിയ ചിന്തകളായിട്ട്, അല്ലെങ്കിൽ കയ്പേറിയ ഫീലിങ്സ് നൽകുന്ന കാര്യങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ വളർച്ചയെ, നിങ്ങളുടെ ജീവിതത്തെ ബ്ലോക്കാക്കുന്നുണ്ട്. അത് ഒന്നിലധികം വ്യക്തികളിൽ നിന്നുണ്ടായ ചില എക്സ്പീരിയൻസ് ആവാം, ഏതെങ്കിലും ഒരു പേഴ്സണോട് നിങ്ങൾ മതിമറന്ന് കാണിച്ച ഇമോഷണൽ എനർജി ആവാം, നിങ്ങളുടെ ലൈഫിലേക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ചില സ്വപ്നങ്ങളാവാം, ഒരു എഡ്യൂക്കേഷണൽ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളാവാം. എന്താണേലും കറൻ്റ്ലി ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളതിനൊരു ബൗണ്ടറി തീർക്കണം. അത് നിങ്ങളെ വെറുതെ കുത്തി നോവിക്കുന്നേ ഉള്ളൂ. നിങ്ങളുമായിട്ട് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റോ നിങ്ങളിലേക്ക് അത് വരാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ, നമ്മുടെ സബ് മൈൻഡ് അതിനിങ്ങനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അതിനിങ്ങനെ തികട്ടി വരുന്ന രീതിയിൽ അതിങ്ങനെ ചിന്തിച്ച് നിങ്ങൾ കൂട്ടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസിനെ വെച്ച് നിങ്ങളതിനെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമെന്നാണ് കാണുന്നത്. നിങ്ങളതിനെ എടുത്തു മാറ്റുന്ന നിമിഷം മുതൽ 6 ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ കൂടെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റും. അവരുടെ സ്നേഹം, സാന്നിധ്യം, പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു സാധ്യത, വിജയത്തിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു ഇമോഷണൽ അബണ്ടൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ എന്താണോ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം, ഒരു പക്ഷെ ഒരു കർമ്മയാവാം, ഒരു കുറ്റബോധമാവാം, എന്തോ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതിനെ നിങ്ങളും പൂർണ്ണമായിട്ട് ഹീലാക്കിയാൽ നിങ്ങളിലുള്ളതിൻ്റെ പവിത്രതയും പൂർണ്ണതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്കൊരു വ്യക്തിയുടെ റീ എൻട്രി എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സ്നേഹം, പ്രണയമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ആയിരിക്കാം ഒരു വിവാഹം, ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരാളാണ്. അതിനെ സംബന്ധിച്ചൊരു സെലിബ്രേഷൻ, എല്ലാവരോടും ഒത്തുചേർന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ സമയങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരിയർ മേഖലയിലേക്ക് എനർജിയെ കണക്ട് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത് കരിയർ പാതയിൽ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കരിയറിനെ നിങ്ങളൊന്ന് സ്നേഹിച്ചാൽ, നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയമാണ്, ഇമോഷണൽ സക്സസ് ആണ് വരുന്നത്. അബണ്ടൻസ്, ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ദ സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് വിജയത്തിൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ എന്ത് കാര്യം തൊട്ടാലും അത് പൊന്നാവുക തന്നെ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരികയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുക്രൻ്റെ സമയം എന്ന് പറയാം അല്ലേ. ശുക്രനിൽ സുഖിക്കാത്തവനും ആദിത്യനിൽ അലയാത്തവനുമില്ല എന്ന് പറയുന്നത് പോലെ ഇന്നൊരു ശുക്രദശയുടെ പ്രസൻസ് ആണ് കാണുന്നത്. വളരെ ബ്ലെസ്സിങ്സ് ആണ്, പോസിറ്റീവ് ഫീലിങ്സ് ആണ് വരുന്നത്. ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ സാധിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എനർജിയൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. അബണ്ടൻസ് വരുന്നുണ്ട്. ലക്ഷ്മി കടാക്ഷത്തിൻ്റെ ഫീലിങ്സ്, സാമ്പത്തികപരമാകുന്ന ഒരു ഉന്നതി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എവിടെ ചെന്ന് എന്ത് കാര്യം ചെയ്താലും, അതായത് ഒരു കടം ചോദിച്ചാലും നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസാണ്. ഒരു ജഡ്ജ്മെൻറ്റിങ് യോഗം നിങ്ങളിലുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റിങ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും.
നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഒരു സമാധാനപരമാകുന്ന സിറ്റുവേഷൻസിനെയാണെങ്കിലും ആഗ്രഹിച്ച് നിങ്ങളൊരു പ്രാർത്ഥന വെച്ച് നിങ്ങൾ സമർപ്പിച്ചൊരു പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫലം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഒന്നിലധികം കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹൈറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. മതപരമാകുന്ന ചില വ്യക്തികളുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ചില ടോക്സിക്കായ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കളയാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നിങ്ങളുടെ ഗുരുസ്ഥാനീയനായ, അതായത് ഒരു ഗുരുവിന് തുല്യമായ ഒരു വ്യക്തിയുടെ എനർജി, ഒരു സോൾ എനർജിയുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ കുറേ ടോക്സിക് ആകുന്ന, മനസ്സിൽ കിടന്ന കുറച്ച് ഭാരമൊക്കെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ ഇന്ന് നേരിടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമായിട്ടൊരു കോൺഫ്ലിക്റ്റ്, വഴക്കോ മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇന്നൊരു മധ്യസ്ഥ ചർച്ചയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും വിധി നിങ്ങൾക്കിന്ന് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നതായിട്ട് കാണുന്നത്. ചിലരെ സംബന്ധിച്ചിരുന്ന് അത് മാറ്റി വയ്ക്കപ്പെടുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി മുന്നോട്ടേക്ക് നീട്ടി വയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു സമയം ചേഞ്ച് ആകുന്നു. ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായി കേട്ടോ. ആ ഒരു ബ്ലോക്കേജ്, നമുക്ക് ഈ ഒരു വിദേശവാസം, വിദേശയാത്ര എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളെ കർമ്മ പിടിക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് വിവാഹം വരുന്നത്, ഒരു വിദേശയാത്ര, അതായത് കടൽ കടന്നു പോകാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു ഭവനം, ഒരു സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കാൻ പോകുന്നു. ഒരു സ്ഥലം മേടിക്കാൻ പോയാൽ നമുക്ക് അത്രയും പ്രശ്നമോ തടസ്സമോ വരില്ല. പക്ഷെ നമ്മളൊരു വീടുണ്ടാക്കാൻ തുടങ്ങുമ്പം നമ്മളെ കർമ്മ പിടിക്കാൻ തുടങ്ങും. അവിടെ ഇട്ടു ഇവിടെ ഇട്ടു നമ്മളെ ശരിക്കും ഒരു നീരാളി പിടിക്കുന്നത് പോലെ നമ്മളെ പിഴിഞ്ഞ്, ശരിക്കും നമ്മളൊരു വീടുണ്ടാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം, കുടുംബത്തിനുള്ളിൽ ഒരു മംഗളകർമ്മം നടത്തി കഴിയുമ്പോഴത്തേനൊക്കെ ഏകദേശം ചില വ്യക്തികളെ, എല്ലാവരെയും സംബന്ധിച്ചും നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വ്യക്തികളെയും മനസ്സിലാക്കി കടന്നു പോകാൻ സാധിക്കും. പലരെയും നമുക്ക് ആ ഒരു എനർജിയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ ഒരു വിദേശയാത്രയ്ക്കൊക്കെ ഇറങ്ങുന്ന നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും, എവിടെയൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് മോശം, ആരൊക്കെയാണ് നമുക്ക് സപ്പോർട്ട്, ഇതെല്ലാം നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് കർമ്മ അവിടെ പ്രവർത്തിക്കുന്നതാണ്. നമ്മൾക്ക് അതുവരെ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പോയെങ്കിലും ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പം തൊട്ട് നമുക്ക് ഓരോ വ്യക്തി ബന്ധങ്ങളെയും വ്യക്തമാക്കി തരും പ്രപഞ്ചശക്തി. അത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതാദ്യം ചിന്തിക്കണം. പിന്നീട് തുടർന്ന് ആരെയൊക്കെ ചേർത്ത് നിർത്തണം, മാറ്റി നിർത്തണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതിനെ നമുക്കൊരിക്കലും കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരുപാട് മാനസിക പിരിമുറുക്കങ്ങളും സ്ട്രെസ് എനർജിയും നമ്മളെ പൂർണ്ണമായിട്ടും തളർത്തി കളയുകയും നമ്മളെ മറ്റൊരു പേഴ്സണാക്കി ലാസ്റ്റ് മാറ്റി തീർക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ട്രാവലിംഗ് പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് വരുന്നുണ്ട്. ഒരു ഐക്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്, നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുമുണ്ട് എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹത്തിൻ്റെ സമയം തന്നെയാണ്. ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ലീഗൽ പരമായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരെ സംബന്ധിച്ച്, ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ഇന്ന് അത്ര വലിയ പോസിറ്റീവ് അല്ലാത്തൊരു ദിവസമായിട്ട് കാണുന്നത്. അതൊരു ഒരു രണ്ട് വശങ്ങളിലും നോക്കുമ്പോൾ, രണ്ട് ധ്രുവങ്ങളിലേക്ക് നോക്കുമ്പോഴും അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ്. ലീഗൽ പരമാകുന്ന, കോടതിപരമാകുന്നതോ മറ്റും ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് ചെറിയൊരു ഹാർട്ട് ബ്രോക്കൺ, ഒരു നഷ്ടത്തെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു ഇമോഷണൽ വെല്ലുവിളി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് മറികടന്നു പോകണം. കാരണം എല്ലാം എപ്പോഴും നമുക്ക് അനുകൂലമായിട്ടല്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഫാൾട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം.
നിങ്ങൾ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആരോടെങ്കിലുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ തർക്കങ്ങളോ ആരെങ്കിലും നിങ്ങളുടെ ശത്രുഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വേദനയോടുകൂടി പിന്തിരിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഒരു കൂടിച്ചേരേണ്ട അവിടെ ഒരു സമത്വം ക്രിയേറ്റ് ചെയ്യണം. ഒരു പൂർണ്ണതയിലൊരു ഒരു കണക്റ്റഡ് ആവണമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് പ്രോബ്ലം കൊണ്ടോ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രതിവിധി കാണണം, അത് തിരിഞ്ഞൊന്ന് നോക്കണം എന്നുള്ള ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ക്യൂനോസോഴ്സിൻ്റെ എനർജിയും അതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഒരു ലേഡിയുടെ ശത്രുതാഭാവം, ഒരു ഓൾഡ് ലേഡി ആവാം, വിഡോ എനർജിയിലുള്ള ലേഡി ആവാം, അതല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലിരുന്ന് ആർക്കും നേരെ വിധി പറയാൻ പറ്റുന്ന ഒരു പ്രൗഡായ ഒരു ലേഡിയുടെ പ്രസൻസ് ആവാം. നിങ്ങളിൽ കുറേ ആളുകളുടെ എനർജിയിൽ ഒരു ലേഡി പ്രസൻസിൻ്റെ ശക്തമാകുന്ന ഡബിൾ എനർജി ശത്രുഭാവം കാണുന്നുണ്ട്. മിസ്യൂസിങ് ചെയ്യപ്പെടാനും പവർ ലൂസിങ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് കാര്യതടസ്സം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം മുന്നിലുണ്ടെങ്കിലും ഒന്നിലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് കാണുന്നുണ്ട്. അത് ലൈഫിലൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഫ്യൂച്ചറിലേക്കാണ് നമുക്കതിനകത്തൊരു മാറ്റം കാണുന്നുള്ളൂ. കറൻറ്റ്ലി നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ്. അങ്ങനെ ഒരു ലേഡിയുടെ പ്രസൻസ് ശത്രുഭാവത്തിലുണ്ട്, നിങ്ങളോട് സ്നേഹം നടിച്ച് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളോട് ശത്രുതയോടുകൂടി തന്നെ കണക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാമെന്നാണ് കാണുന്നത് കേട്ടോ. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഹെൽത്തിയിലേക്ക് മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക, അവരെ ഹീലാക്കുക കേട്ടോ. അഫർമേഷൻസിലൂടെ അവരെ ഹീലാക്കുക, റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങളോടുള്ള ശത്രുതയെ അവരിൽ നിന്നും പറിച്ചു മാറ്റുക. പ്ലസ് പറ്റുന്നതുപോലെ മെഡിറ്റേഷൻസും പ്രാർത്ഥനയും ചെയ്യുക. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കണം കേട്ടോ. അത് പാസ്റ്റ് എനർജിയെ ബേസ് ചെയ്ത് തന്നെ ഉള്ളൊരു കാര്യമാണ്. ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. അതായത് നമ്മളുടെ ആ ഒരു ദേഷ്യമോ ഷൗട്ടിങ് ആ ഒരു എടുത്തുചാട്ടമോ ഒന്നും അവിടെ പാടില്ല. അവിടെ സംയമനം പാലിക്കുക എന്നാണ് കാണുന്നത്. ഒന്ന് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കണം. അതായത് ഇതിനു മുൻപുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് ഇനി ഒരു പ്രോബ്ലംസ് ഉണ്ടാവാത്ത വിധം വളരെയധികം ആത്മസംയമനം പാലിച്ച് തന്നെ ഇന്നത്തെ ദിവസം നിൽക്കണം. അത് പേരൻസായിട്ടാവാം, സഹോദര ബന്ധങ്ങളായിട്ടാവാം, വേണ്ടപ്പെട്ട ഒരു ബ്ലഡ് റിലേഷൻ്റെ എനർജിയെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസുകൾ കണക്റ്റഡ് ആകപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കരിയർ പാതയിലൊക്കെ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ഒരു മാറ്റം, അത് മസ്കുലൻ എനർജിക്കാണേലും ഫെമിനിയൻ എനർജിക്കാണേലും നിങ്ങളുടെ പൊസിഷനിൽ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു സ്ഥാനക്കയറ്റമൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു റെസ്പെക്റ്റ് ഒക്കെ ലഭിക്കുന്ന സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പറയാൻ പറ്റുന്നത് പാസ്റ്റിലെ ചില ഓർമ്മകൾ, ചില സിറ്റുവേഷൻസുകളൊക്കെ നൊസ്റ്റാൾജിയ പോലെ ഇന്നത്തെ ദിവസം നിങ്ങളിലൊന്ന് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യുക. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ ഇന്നൊരു എടുത്തുചാട്ടം, അതായത് ഇമോഷണൽ അബണ്ടൻസ് വരുമ്പോൾ നമ്മൾ മതിമറന്ന് നിൽക്കുമ്പം നമ്മളുടെ വാഗ്ദാനങ്ങളെ സൂക്ഷിക്കുക, നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുക. ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ കൺട്രോളിങ് ഉണ്ടാവണം കേട്ടോ. നമ്മളുടെ ഹാപ്പിനെസ്സിനെ എല്ലാം മറന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാതിരിക്കുക. ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുടെ കർമ്മ ഹീലിംഗ് നടക്കാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഒരു കർമ്മയുടെ എൻഡിങ്ങിലാണ് നിങ്ങൾ കുറച്ച് ആളുകൾ കേട്ടോ.
എല്ലാവരും കർമ്മ ഹീലിങ്ങിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളൊരു പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എസ് ആണ്. നിങ്ങൾക്ക് ഇന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാമെന്നാണ് നമുക്ക് എനർജിയിൽ ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽസ് എസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ നിന്നും പുറത്ത് കിടക്കണം, ഇത് അവസാനിപ്പിക്കണം. ഇതെനിക്കൊരു പൂർണ്ണതയില്ല, ഇവിടെ എനിക്കൊരു മനസ്സമാധാനമോ സാറ്റിസ്ഫാക്ഷനോ ഇല്ല എന്നുള്ള ഒരു തോട്ട്സ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും പുറത്ത് കടക്കുക കേട്ടോ. നിങ്ങളുടെ മനസ്സ് എന്താണോ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് കാണുന്നത്.